വീണ്ടും നമുക്കൊരു 3D ആർട്ട് ചെയ്യാം. അതിന് ഫസ്റ്റ് നമുക്ക് അതിനകത്ത് ഈ ഷേപ്പ് വരച്ചു കൊടുക്കാം. എന്നിട്ട് അതിനകത്ത് ഗ്രിഡ് ലൈൻസ് ആണ് വരച്ചു കൊടുക്കേണ്ടത്. ഗ്രിഡ് ലൈൻസ് വരച്ചു കൊടുക്കുമ്പോൾ ഒരു മെഷർമെൻറ്റ് വെച്ച് വേണം വരച്ചു കൊടുക്കുക. ഞാൻ ഇവിടെ സ്കെയിലിൻ്റെ ഒരു മെഷർമെൻറ്റ് വെച്ചിട്ടാണ് അകത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ആ ഷേപ്പിനകത്ത് ഇങ്ങനെ ആ ഗ്രിഡ് ലൈൻസ് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ബൗൺസിങ് ആയിട്ടുള്ള രീതിയിൽ വേണം ഗ്രിഡ് ലൈൻസ് ജോയിൻ ചെയ്ത് കൊടുക്കാൻ, വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും. അങ്ങനെ നമ്മൾ ഫുൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേന് നമ്മുടെ ആ ഷേപ്പ് ഇങ്ങനെ വെളിയിലേക്ക് ബൗൺസ് ചെയ്ത് നിൽക്കുന്നൊരു ഇല്യൂഷൻ വരും. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് ഗ്രിഡ് ലൈൻ ഹൈലൈറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ബ്ലാക്ക് തന്നെ വേണമെങ്കിൽ അകത്തും കൊടുക്കാം. ഞാൻ ഇവിടെ വേറൊരു കളർ അകത്ത് ഷെയ്ഡ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. എന്നിട്ട് പുറത്തെ ഷെയ്ഡിങ് തുടങ്ങാം. ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കോളംസ് വേണം നമ്മൾ ഫസ്റ്റ് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന സ്കെച്ച് ബുക്സും ബ്രഷ് പെൻസും പിന്നെ കുറേ ക്യൂട്ടായിട്ടുള്ള ജേർണലിംഗ് ഐറ്റംസും നമ്മുടെ പേജായിട്ടുള്ള ഒരുവൺ ക്രാഫ്റ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ജസ്റ്റ് DM ചെയ്താൽ മാത്രം മതി പേജ് ചെക്ക് ചെയ്തിട്ട്. പെൻസിലും കൂടെ ഡാർക്കനിങ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫൈനൽ ലുക്ക് റെഡിയാവും.